പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമ്മുടെ കറണ്ട് അഫേഴ്സ് മാരത്തോൺ സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: പി കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? നമ്മുടെ ശശി തരൂറാണ്. അപ്പോൾ ചോദ്യം ആവർത്തിക്കാം: പി കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? നമ്മുടെ ശശി തരൂറാണ്. രണ്ടാമത്തെ ചോദ്യം: കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതി. നല്ലൊരു പദ്ധതിയാണ്. ഏതാണ് അത്? PM കുസും പദ്ധതിയാണ്. പദ്ധതികൾ അറിയാലോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജത്തിലേക്ക് മാറ്റുവാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM കുസും. അടുത്ത ചോദ്യം: നിക്ഷേപകരുടെ എണ്ണം 1 കോടി കടക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. അത് ഗുജറാത്താണ്. അപ്പോൾ നിക്ഷേപകരുടെ എണ്ണം 1 കോടി കടക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഗുജറാത്താണ്. അടുത്ത ചോദ്യം: 8 അടി ഉയരത്തിൽ ഉണ്ണീക്കാനായി നിർമ്മിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വെങ്കല ശില്പം സ്ഥാപിക്കുന്നത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ആസ്ഥാന മന്ദിരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 8 അടി ഉയരത്തിൽ ഉണ്ണീക്കാനായി നിർമ്മിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു വെങ്കല ശില്പം എവിടെ സ്ഥാപിക്കുന്നു? കൊല്ലത്താണ് സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം: ഡെൻമാർക്ക് എനർജി ഏജൻസിയുടെ പഠനത്തിൽ കാറ്റാടി പാടത്തിന് അനുയോജ്യമായി കേരളത്തിൽ കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? അത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം നമ്മുടെ തുറമുഖത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. അപ്പോൾ അവിടെയാണ് എന്ത് വരുന്നത്? ഈ ഒരു കാറ്റാടി പാടത്തിന് അനുയോജ്യമായ സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ ഡെൻമാർക്ക് എനർജി ഏജൻസിയുടെ പഠനത്തിൽ കാറ്റാടി പാടത്തിന് ഏറ്റവും അനുയോജ്യമായി കേരളത്തിൽ കണ്ടെത്തിയ എവിടെയാണ്? അത് വിഴിഞ്ഞത്താണ്. അടുത്ത ചോദ്യം: MSP അസിസ്റ്റന്റ് കമാൻഡായി ഏപ്രിലിൽ വിരമിച്ച പത്മശ്രീ ജേതാവായ കേരളത്തിൻ്റെ ഫുട്ബോൾ താരം ആരാണ്? നമ്മുടെ കറുത്തമുത്ത് എന്നറിയപ്പെടുന്ന IM വിജയനാണ്. അപ്പോൾ MSP അസിസ്റ്റന്റ് കമാൻഡായി ഏപ്രിലിൽ വിരമിച്ച പത്മശ്രീ ജേതാവായ കേരളത്തിൻ്റെ ഫുട്ബോൾ താരമാരാണ്? IM വിജയനാണ്. അടുത്ത ചോദ്യം: പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. ശ്രദ്ധിക്കുക: പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായതാരാണ്? പാണ്ഡുരംഗ ഹെഡ്ഗെയാണ്. അപ്പോൾ പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് ആര് അർഹനായി? പാണ്ഡുരംഗ ഹെഡ്ഗെ. തോട്ട് ലീഡർഷിപ്പിന് പാണ്ഡുരംഗ ഹെഡ്ഗെ. തോട്ട് ലീഡർഷിപ്പിന് പാണ്ഡുരംഗ ഹെഡ്ഗെ അർഹനായി. അടുത്ത ചോദ്യം: സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ്? ഏത് മന്ത്രാലയത്തിൻ്റെയാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ചോദ്യം ഒന്നുകൂടി: സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അടുത്ത ചോദ്യം: ഭാരത് ബിൽ പേയുമായി സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ് ബാങ്ക് ഏത്? അപ്പോൾ ഭാരത് ബിൽ പേയുമായിട്ട് സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്? അത് നമ്മുടെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. അപ്പോൾ ഭാരത് പേയുമായിട്ട് സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്ട? എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെൻറ്റർ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക: ഇന്ത്യയിലെ ആദ്യത്തെ AI ഡേറ്റ പാർക്ക് എവിടെയാണ്? ചാടിക്കറി കേരളം എഴുതി വയ്ക്കുന്നത് അത് നമ്മുടെ ഛത്തീസ്ഗഡിലാണ് AI ഡേറ്റ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അടുത്ത ചോദ്യം: ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? പ്രകാശ് മഗ്ദമാണ്. അപ്പോൾ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? പ്രകാശ് മഗ്ദമാണ്. ആരാണ്? പ്രകാശ് മഗ്ദമാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ.
ആരാണ്? പ്രകാശ് മഗ്ദം. അടുത്ത ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? അത് ഇസിനെറ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഇസിനെറ്റ് ആണ്. അപ്പോൾ ഇസിനെറ്റ് എന്ന് കേൾക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഇസിനെറ്റ് ആണ്. അടുത്ത ചോദ്യം, ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ചോദ്യം ഒന്നുകൂടി, ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആരാണ്? നമ്മുടെ ഗുജറാത്താണ്. അടുത്ത ചോദ്യം, 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എവിടെയാണ്? അത് നമ്മുടെ ബ്രസീലിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? ഇന്ത്യയിൽ ആസാമിലാണ്. എന്നാൽ നമ്മുടെ ലോകത്തിലെ എവിടെയാണ്? നമ്മുടെ ബ്രസീലിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിക്കുന്ന രാജ്യം എവിടെയാണ്? നമ്മുടെ ബ്രസീലിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനി സാധ്യത 2 മാസം മുന്നേ പ്രവചിക്കാനുള്ള മാതൃക വികസിപ്പിച്ച പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ മലയാളി ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ്? ഡോക്ടർ റോക്സി മാത്യു കോളും സോഫിയ യാക്കോബും. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെങ്കിപ്പനി സാധ്യത 2 മാസം മുമ്പേ തന്നെ പ്രവചിക്കാൻ കഴിയുന്ന ഒരു മാതൃക വികസിപ്പിച്ചു. അത് വികസിപ്പിച്ച ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ മലയാളി ശാസ്ത്രജ്ഞരാണ്. 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഡോക്ടർ റോക്സി മാത്യു കോളും സോഫിയ യാക്കോബും. ആരൊക്കെയാണ്? നമ്മുടെ റോക്സി മാത്യു കോളും സോഫിയ യാക്കോബും. എന്താണ്? നമ്മുടെ ഡെങ്കിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കുക. അടുത്ത ചോദ്യം, ലഹരിക്കെതിരായി കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതി. ചോദ്യം ഒന്നുകൂടി വായിക്കാം. ലഹരിക്കെതിരായിട്ട് കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് മുക്തോദയം. എന്താണ്ട? മുക്തോദയം. ഓർത്തു വെച്ചേക്കുക, മുക്തോദയമാണ് പേര്. ലഹരിക്കെതിരായിട്ട് കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? മുക്തോദയം. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക, എന്താണ് മുക്തോദയം. അടുത്ത ചോദ്യം, ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്ന സംസ്ഥാനം. വലിയ ഒരു ന്യൂസായതാണ്. നമ്മുടെ യോഗി ആദിത്യനാഥ് ആ ഒരു ബ്രഹ്മോസ് മിസൈലിൻ്റെ മോഡലിലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വന്നു. എവിടെയായിരിക്കും? അപ്പോൾ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. പത്രം, ന്യൂസ് പേപ്പർ വായിക്കുക, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് എവിടെ വന്നു? ഉത്തർപ്രദേശിൽ നിലവിൽ വന്നു. അടുത്ത ചോദ്യം, കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? നമ്മുടെ കേരള സർക്കാർ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുവാനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? ജ്യോതിയാണ്. ജ്യോതിയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് നല്ലൊരു ജ്യോതി കൊടുക്കുന്നു എന്ന് ഓർത്ത് വച്ചേക്കുക. ഒന്നുകൂടി, കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ജ്യോതി. അടുത്ത ചോദ്യം, 2025 മെയ് മാസത്തിൽ അന്തരിച്ച ആഫ്രിക്കൻ നോവലിസ്റ്റും നാടകകൃത്തും ആഫ്രിക്കൻ സാഹിത്യത്തിലെ അതികായനും എന്നറിയപ്പെടുന്ന വ്യക്തി ഗൂഗി വാ തിയോങ്കോയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഗൂഗി വാ തിയോങ്കോ. അപ്പോൾ 2025 അന്തരിച്ച ആഫ്രിക്കൻ നോവലിസ്റ്റാണ്, നാടകകൃത്തുമാണ്. അതേപോലെ നാടകകൃത്താണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഗൂഗി വാ തിയോങ്കോ. അപ്പോൾ ആരാണ്? ആഫ്രിക്കൻ നോവലിസ്റ്റ്, നാടകകൃത്ത്. ഗൂഗി വാ തിയോങ്കോ, ആഫ്രിക്കൻ നോവലിസ്റ്റ്, നാടകകൃത്ത്. ആര്? ഗൂഗി വാ തിയോങ്കോ. അടുത്ത്, യുവേഫയുടെ എല്ലാ ക്ലബ്ബ് കിരീടങ്ങളും നേടുന്ന ആദ്യ ടീമാണ് നമ്മുടെ ചെൽസി. അപ്പോൾ യുവേഫയുടെ എല്ലാ ക്ലബ് കിരീടങ്ങളും നേടുന്ന ആദ്യ ടീം ഏതാണ്? നമ്മുടെ ചെൽസിയാണ്. ശ്രദ്ധിക്കുക, യുവേഫയുടെ എല്ലാ ക്ലബ് കിരീടങ്ങളും നേടുന്ന ആദ്യ ടീം ഏതാണ്? നമ്മുടെ ചെൽസിയാണ്. അടുത്ത ചോദ്യം, 2025 ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ച വെറ്ററൻ താരം.
ആരാണ്? വെറ്ററൻ താരമാരാണ്? നമ്മുടെ റിച്ച ഗാസ്കെയാണ്. അപ്പോൾ 2025 ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ച വെറ്ററൻ താരമാരാണ്? റിച്ച ഗാസ്കെ. ആരാണ്? റിച്ച ഗാസ്കെയാണ് നമ്മുടെ ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ച വെറ്ററൻ ആയിട്ടുള്ള ഒരു താരമാണ് നമ്മുടെ റിച്ച ഗാസ്കെ. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ നടന്നു കഴിഞ്ഞതാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായ ജില്ല എവിടെയാണ്? നമ്മുടെ കൊല്ലമാണ്. 2024 നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ശ്രദ്ധിക്കുക, 2024 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? കൊല്ലം ജില്ല. എവിടെയാണ്? കൊല്ലം ജില്ല. 62ാമത് സ്കൂൾ കലോത്സവം 2024. അടുത്ത ചോദ്യം, ആഗോള കുടുംബദിനം എന്നാണ്? ജനുവരി 1-നാണ്. അപ്പോൾ ആഗോള കുടുംബദിനം എന്നാണ്? ജനുവരി 1-നാണ് ആഗോള കുടുംബ ദിനം. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളി വരയൻ, അത് നമ്മുടെ ചിത്രശലഭമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളി വരയൻ ആരാണവൻ? അവനൊരു ചിത്രശലഭമാണ്. അപ്പോൾ ഓർത്ത് വച്ചേക്കണേ, നമ്മുടെ മേഘമല വെള്ളി വരയൻ ആരാണ്? ചിത്രശലഭമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളി വരയൻ ആരാണ്? അത് ചിത്രശലഭമാണ്, മേഘമല വെള്ളി വരയൻ. അടുത്ത ചോദ്യം, 2025-35 ജലവൈദ്യുത ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം എവിടെയാണ്? അത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ 2025-35 വർഷങ്ങളെ ജലവൈദ്യുത ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അത് അരുണാചൽ പ്രദേശാണ്. ഒന്നുകൂടി പറയാം, 2025 മുതൽ 35 വരെ ജലവൈദ്യുത ദശകമാക്കിയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമല്ല, അരുണാചൽ പ്രദേശ്. ഓക്കെ. അടുത്ത ചോദ്യം, 2025 സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗിൽ പോൾ വാൾട്ടിൽ 6.28 മീറ്റർ ചാടിക്കടന്ന് തൻ്റെ തന്നെ റെക്കോർഡ് മറികടന്ന സ്വീഡിഷ് പോൾ വാൾട്ട് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക്ഹാം ഡയമണ്ട് ലീഗിൽ പോൾ വാൾട്ടിൽ അദ്ദേഹത്തിൻ്റെ തന്നെ റെക്കോർഡ് മറികടന്ന സ്വീഡിഷ് പോൾ വാൾട്ട് താരമാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. അപ്പോൾ ശ്രദ്ധിക്കുക, പോൾ വാൾട്ട് താരം ആരാണ്? അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. പോൾ വാൾട്ട് താരം ആരാണ്? അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ഓക്കെ. അടുത്ത ചോദ്യം, 2025 ജൂണിൽ മേരി ലബോൺ ക്രിക്കറ്റ് ക്ലബ്ബ് പരിഷ്കരിച്ച നിയമപ്രകാരം നിരോധിച്ച ക്രിക്കറ്റിലെ ഫീൽഡിംഗ് നീക്കം. അപ്പോൾ 2025 മെർലാബോൺ ക്രിക്കറ്റ് ക്ലബ്ബ് പരിഷ്കരിച്ച നിയമപ്രകാരം നിരോധിച്ച ക്രിക്കറ്റിലെ ഫീൽഡിംഗ് നീക്കം ഏതാണ്? ഏത് നീക്കമാണ്? ബണ്ണി ഹോപ്പ് ബൗണ്ടറി ക്യാച്ച്. അപ്പോൾ ഈ ഒരു പരിപാടി ഇനി ക്രിക്കറ്റിൽ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ബണ്ണി ഹോപ്പ് ബൗണ്ടറി ക്യാച്ച് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അതെന്തല്ല, അത് നിരോധിച്ചു. അപ്പോൾ ബണ്ണി ഹോപ്പ് ബൗണ്ടറി ക്യാച്ച് നിങ്ങൾക്കറിയാമല്ലോ, ക്രിക്കറ്റുമായിട്ടും പല ഗെയിമുകളുമായിട്ട് ബന്ധപ്പെട്ട പല ടേംസ് ഉണ്ട്. ഇതൊന്ന് നോക്കി വച്ചേക്കുക. ബണ്ണി ഹോപ്പ് ബൗണ്ടറി ക്യാച്ച്, ബണ്ണി ഹോപ്പ് ബൗണ്ടറി ക്യാച്ച് ക്രിക്കറ്റ്. ബണ്ണി ഹോപ്പ് ബൗണ്ടറി ക്യാച്ച് എന്താണ്? ക്രിക്കറ്റാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പുതിയ ക്രൈം ബ്രാഞ്ച് ADGP, കേരളത്തിലെ പുതിയ ക്രൈം ബ്രാഞ്ച് ADGP ആരാണ്? മഹിപാൽ യാദവ്. ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കാൻ മഹിപാൽ യാദവ് വരണം. ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കാൻ നമ്മുടെ മഹിപാൽ യാദവ് വരണം. അപ്പോൾ ക്രൈം ബ്രാഞ്ച് ADGP ആരാണ്? മഹിപാൽ യാദവ്. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ഇന്റർ ഗവൺമെൻറ്റൽ ഹൈഡ്രോളജിക്കൽ പ്രോഗ്രാമിന് കീഴിലുള്ള ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മ്യൂസിയം ഏതാണ്? നമ്മുടെ യുനെസ്കോയുടെ ഇന്റർ ഗവൺമെൻറ്റൽ ഹൈഡ്രോളജിക്കൽ പ്രോഗ്രാമിന് കീഴിലുള്ള ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മ്യൂസിയം ഏതാണ്? അത് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന DWRDM ജലപൈതൃക മ്യൂസിയമാണ്. നമുക്ക് ജലപൈതൃക മ്യൂസിയം കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ യുനെസ്കോയുടെ ഇന്റർ ഗവൺമെൻറ്റൽ ഹൈഡ്രോളജിക്കൽ പ്രോഗ്രാമിന് കീഴിലുള്ള ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മ്യൂസിയം ഏതാണ്? അത് കോഴിക്കോട് ജില്ലയിലെ ജലപൈതൃക മ്യൂസിയം ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ എക്സർസൈസ് ശക്തി 2025 വേദി അത് ഫ്രാൻസിലെ ലാ കാവലറിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യ ഫ്രാൻസ് തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ്
എക്സർസൈസ് ശക്തി 2025. അതിൻ്റെ വേദി എവിടെയാണ്? ഫ്രാൻസിലെ ലാ കാവലറിയിലാണ് നമ്മുടെ ഈ ഒരു സംഭവം നടന്നത്. ഒന്നുകൂടി പറയാം, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സർസൈസ് ശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ 2025 പതിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ തന്നെയാണ് അതിൻ്റെ വേദി. ഫ്രാൻസിലെ ലാ കാവലറിയിലാണ് അതിൻ്റെ വേദി. ഓക്കെ, അടുത്ത ചോദ്യം. 2025 ജൂണിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ച ലംബമായി ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യാൻ സാധിക്കുന്ന ഹൈബ്രിഡ് ഡ്രോൺ ഇതാണ് നമ്മുടെ രുദ്രാസ്ത്രയാണ്. ഇപ്പോൾ രുദ്രാസ്ത്രയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2025 രാജസ്ഥാനിലെ പൊഖ്രാൻ ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ച ലംബമായി ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യാൻ സാധിക്കുന്ന ഹൈബ്രിഡ് ഡ്രോൺ ആണ് ഇത് നമ്മുടെ രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. ഏതാണ്? രുദ്രാസ്ത്ര. ഓക്കെ, രുദ്രാസ്ത്ര ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. രുദ്രാസ്ത്ര കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു ഡ്രോൺ എന്ന് പറയുന്നതാണ്. ഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രുദ്രാസ്ത്രയാണ്. ഓക്കെ, അടുത്ത് 2025 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 91 റംസാർ സൈറ്റുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ 2025 ജൂണിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 91. അടുത്ത ചോദ്യം. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് 2025 ആഘോഷിച്ചത്? എത്രാമത്തെയാണ്? 125ാമത്തെ ജയന്തി ആഘോഷമാണ്. അപ്പോൾ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ 125ാമത് ജയന്തി ആഘോഷം 2025 ആഘോഷിച്ചു. അപ്പോൾ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ 125ാമത് എന്താണ്? ജയന്തിയാണ് 2025 125. അടുത്ത് ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14 ലോക രക്തദാന ദിനം. അപ്പോൾ ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14. അതിൻ്റെ തീം എന്താണ്? 2025 ലോക രക്തദാന ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഗിവ് ബ്ലഡ്, ഗിവ് ഹോപ്പ്, ടുഗദർ വി സേവ് ലീവ്സ്. അപ്പോൾ 2025 ലോക രക്തദാന ദിനത്തിൻ്റെ തീമാണ് ഗിവ് ബ്ലഡ്, ഗിവ് ഹോപ്പ്, ടുഗദർ വി സേവ് ലീവ്സ്. ഗിവ് ബ്ലഡ്, ഗിവ് ഹോപ്പ്, ടുഗദർ വി സേവ് ലീവ്സ്. ഇതാണ് 2025 ലോക രക്തദാന ദിനത്തിൻ്റെ പ്രമേയം. രക്തദാന ദിനം ജൂൺ 14. ഓക്കെ, അടുത്ത ചോദ്യം. പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണാണ് നമ്മുടെ രുദ്രാസ്ത്ര. ഞാൻ പറഞ്ഞല്ലോ, രുദ്രാസ്ത്ര കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് അവർ സ്വന്തമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആധുനിക ഡ്രോണാണ് ഇത് നമ്മുടെ രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ എക്സസൈസ് കാൻക്വസ്റ്റ് 2025 ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? മംഗോളിയയാണ്. അപ്പോൾ ബഹുരാഷ്ട്ര സൈനികാഭ്യാസമാണ് നമ്മുടെ എക്സസൈസ് കാൻക്വസ്റ്റ് എന്ന് പറയുന്നത്. അത് 2025 എവിടെ നടക്കുന്നു? മംഗോളിയയിൽ നടക്കുന്നു. ഏതാണ്? എക്സസൈസ് കാൻക്വസ്റ്റ് 2025 മംഗോളിയയിലാണ് നടക്കുന്നത്. അടുത്ത ചോദ്യം. പ്രഥമ അണ്ടർ 23 ദേശീയ 3x3 ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം സ്വന്തമാക്കിയത് നമ്മുടെ കേരളമാണ്. ശ്രദ്ധിക്കുക, പ്രഥമ അണ്ടർ 23 ദേശീയ 3x3 ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം സ്വന്തമാക്കിയത് ആരാണ്? നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളമാണ് കിരീടം സ്വന്തമാക്കിയത്. വനിതാ ചാമ്പ്യൻഷിപ്പാണ്, ബാസ്കറ്റ്ബോളാണ്, അണ്ടർ 23 3x3 ബാസ്കറ്റ്ബോളാണ്. ഓക്കെ, അടുത്ത്. കോർപ്പറേറ്റ് നിയമ പ്രക്രിയകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായി ഏത് മന്ത്രാലയം MCA21 പോർട്ടൽ ആരംഭിച്ചു? ഏത് മന്ത്രാലയമാണ് MCA21 എന്ന് പറയുന്ന പോർട്ടൽ ആരംഭിച്ചത്? ഏത് മന്ത്രാലയമാണ്? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്. ശ്രദ്ധിക്കുക, MCA21 എന്ന് പറയുന്ന പോർട്ടൽ ആരംഭിച്ചത് നമ്മുടെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണെന്ന് ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, അടുത്ത്. 2025 ലോക നിക്ഷേപ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന. അപ്പോൾ 2025 ലോക നിക്ഷേപ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയാണ് UNCTAD.
യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ 2025 ലോക നിക്ഷേപ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? UNCTAD ആണ്. യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ 2025 ലോക നിക്ഷേപക റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന. അടുത്ത ചോദ്യം, ഒരു ടെസ്റ്റിലെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. അത് നമ്മുടെ ഋഷഭ് പന്താണ്. അപ്പോൾ ഒരു ടെസ്റ്റിൽ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് നമ്മുടെ പന്ത്. അപ്പം എന്തിനാ അറിയാമല്ലോ. അപ്പോൾ ഒരു ടെസ്റ്റിലെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് നമ്മുടെ ഋഷഭ് പന്ത്. അടുത്ത ചോദ്യം, ഗൂഗിളിൻ്റെ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെയും ലോകത്തിലെ 4ാമത്തെയും സുരക്ഷാ എഞ്ചിനീയറിംഗ് സെൻറ്റർ നിലവിൽ വന്നത്. ശ്രദ്ധിക്കുക, ഗൂഗിളിൻ്റെ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെയും ലോകത്തിലെ 4ാമത്തെയും സുരക്ഷാ എഞ്ചിനീയറിംഗ് സെൻറ്റർ എവിടെ വന്നു? ഹൈദരാബാദിലാണ് നിലവിൽ വന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്നത് എവിടെയാണ്? അത് കേരളത്തിലല്ല, ഡൽഹിയിലാണ് നടന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മഠത്തിൽ നടത്തിയ ആ ഒരു കൂടിക്കാഴ്ച ഓർമ്മയുണ്ടല്ലോ. ആ ഒരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം എവിടെ നടന്നു? ഡൽഹിയിലാണ് നടന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ഔദ്യോഗിക വസതിയുടെ വിലാസം എന്താണ്? 5 സുനേരി ബാഗ് റോഡാണ്. അപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ഔദ്യോഗിക വസതിയുടെ വിലാസം എന്താണ്? 5 സുനേരി ബാഗ് റോഡാണ്. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒന്ന് വായിച്ച് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ്. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം നേടിയത് ശശി തരൂറാണ്. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജത്തിലേക്ക് മാറ്റുന്ന കേന്ദ്ര പദ്ധതി ഏതാണ്? PM കുസുമാണ്. നിക്ഷേപകരുടെ എണ്ണം 1 കോടി കടക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. 8 അടി ഉയരത്തിൽ ഉണ്ണീക്കാനായി നിർമ്മിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വെങ്കല ശില്പം എവിടെ സ്ഥാപിക്കുന്നു? കൊല്ലം ജില്ലയിലാണ്. ഡെൻമാർക്ക് എനർജി ഏജൻസിയുടെ പഠനത്തിൽ കാറ്റാടിപ്പാടത്തിന് അനുയോജ്യമായ കേരളത്തിലെ സ്ഥലമാണ് നമ്മുടെ വിഴിഞ്ഞം. MSP അസിസ്റ്റന്റ് കമാൻഡായി ഏപ്രിലിൽ വിരമിച്ച പത്മശ്രീ ജേതാവായ നമ്മുടെ ഫുട്ബോൾ താരം ആരാണ്? IM വിജയനാണ്. പ്രഥമ MB വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെയാണ്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. ഭാരത് ബിൽ പേയുമായി സഹകരിക്കുന്ന പേയ്മെൻറ്റ് ബാങ്കാണ് നമ്മുടെ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നമ്മുടെ ഛത്തീസ്ഗഡ് ആണ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് പ്രകാശ് മഗ്ദം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇസൈനെറ്റ്. 1ാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ ഗുജറാത്ത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ബ്രസീൽ. ഡെങ്കിപ്പനി സാധ്യത 2 മാസം മുന്നേ പ്രവചിക്കുവാനുള്ള മാതൃക വികസിപ്പിച്ച പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ മലയാളി ശാസ്ത്രജ്ഞന്മാർ 2 പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഡോക്ടർ റോക്സി മാത്യു കോളും സോഫിയ യാക്കോവും. ലഹരിക്കെതിരായി കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് മുക്തോദയം. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്ന സംസ്ഥാനമാണ് നമ്മുടെ ഉത്തർപ്രദേശ്. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജ്യോതിയാണ്. 2025 അന്തരിച്ച ആഫ്രിക്കൻ നോവലിസ്റ്റ് നാടകകൃത്ത് ആരാണ്? ഗൂഗീവ തിയോങ്കോ. യുവേഫയുടെ എല്ലാ ക്ലബ് കിരീടങ്ങളും നേടുന്ന ആദ്യ ടീമാണ് നമ്മുടെ ചെൽസി. 2025 ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ച വെറ്ററൻ താരമാണ് റിച്ച് ഗ്യാസ്കെ. 2024 നടക്കുന്ന 62ാമത് നമ്മുടെ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2025 ഫ്രഞ്ച് ഓപ്പൺ അതത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ച വെറ്ററൻ താരമാരാണ്? റിച്ച ഗ്യാസ്കെയാണ്. ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് റിച്ച ഗ്യാസ്കെ. ഓക്കെ, ഒരു വെറ്ററൻ താരമാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, വെറ്ററൻ്റെ അറിയാലോ മലയാളം. ഓക്കെ,
2024 നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ലയാണ് കൊല്ലം. ആഗോള കുടുംബദിനം ജനുവരി 1. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരേൻ എന്താണ്? അത് ചിത്രശലഭമാണ്. 2025-35 ജലവൈദ്യുത ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 2025 സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗിൽ പോൾ വാൾട്ടിൽ 6.28 മീറ്റർ ചാടിക്കടന്ന് സ്വന്തം റെക്കോർഡ് പിന്നെയും തിരുത്തിയ വ്യക്തിയാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. 2025 മേരിലാബോൺ ക്രിക്കറ്റ് ക്ലബ് പരിഷ്കരിച്ച നിയമപ്രകാരം നിരോധിച്ച ക്രിക്കറ്റിലെ ഫീൽഡിംഗ് നീക്കം ഏതാണ്? നമ്മൾ പറഞ്ഞു ബണ്ണി ഹോപ്പ് ബൗണ്ടറി ക്യാച്ച്. കേരളത്തിലെ പുതിയ ക്രൈംബ്രാഞ്ച് ADGP ആരാണ്? മഹിപാൽ യാദവ് ആണ്. യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ ഹൈഡ്രോളജിക്കൽ പ്രോഗ്രാമിന് കീഴിലുള്ള ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മ്യൂസിയമാണ് കോഴിക്കോട് ജില്ലയിലെ ജലപൈതൃക മ്യൂസിയം. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? എക്സസൈസ് ശക്തിയാണ്. അതിൻ്റെ 2025 വേദി എവിടെയാണ്? ഫ്രാൻസിലെ ലാ കാവലറിയാണ്. 2025 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ച ലംബമായി ടേക്ക് ഓഫും ലാൻഡിങ്ങും പറ്റുന്ന ആ ഒരു ഹൈബ്രിഡ് ഡ്രോണാണ് നമ്മുടെ രുദ്രാസ്ത്ര. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണമാണ് 91. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷിച്ചു 2025? 125ാമത്. ലോക രക്തദാന ദിനമാണ് ജൂൺ 14. 2025 തീം എന്താണ്? ഗീവ് ബ്ലഡ്, ഗീവ് ഹോപ്പ്, ടുഗദർ വി സേവ് ലിവ്സ്. പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണാണ് രുദ്രാസ്ത്ര. ഇതിൽ ഈ ഒരു സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ഈ ഒരു പേര് ഓർത്തു വെച്ചേക്കുക. അത് രുദ്രാസ്ത്ര നിർമ്മിച്ച കമ്പനിയുടെ പേരാണ്. ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ എക്സസൈസ് ഖാൻ ക്വസ്റ്റ് 2025 നടന്നത് മംഗോളിയയിലാണ്. പ്രഥമ അണ്ടർ 23 ദേശീയ 3x3 ബാസ്കറ്റ്ബോൾ കിരീടം ചാമ്പ്യന്മാരായത് നമ്മുടെ വനിതാ വിഭാഗം ചാമ്പ്യന്മാരായ നമ്മുടെ കേരളമാണ്. കോർപ്പറേറ്റ് നിയമപ്രക്രിയകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായി ഏത് മന്ത്രാലയം MCA21 പോർട്ടൽ ആരംഭിച്ചു? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. 2025 ലോക നിക്ഷേപ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയാണ് നമ്മുടെ UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു ടെസ്റ്റിലെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് നമ്മുടെ ഋഷഭ് പന്ത്. ഗൂഗിളിൻ്റെ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെയും ലോകത്തിലെ 4ാമത്തെയും സുരക്ഷാ എഞ്ചിനീയറിംഗ് സെൻറ്റർ നിലവിൽ വന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മഠത്തിൽ നടത്തിയ നമ്മുടെ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷിച്ചത് എവിടെയാണ്? കേരളത്തിലല്ല, ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയിലാണ് ആഘോഷിച്ചത്. ലാസ്റ്റ് പറഞ്ഞത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ഔദ്യോഗിക വസതിയിലെ വിലാസം എന്നാണ്? 5 സുനേരി ബാഗ് റോഡാണ്. അപ്പോൾ ഒരു 35 ചോദ്യങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഇത്രയും നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.